നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. തുടർന്നുള്ള പരിശോധനകളിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയില്ലെങ്കിലും വാ. മീനാക്ഷി, പ്ലീസ് കരയരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ. നെഗറ്റീവ് വിളിച്ച് വരുത്തരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്ക്. ഒരു കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരുന്ന നമുക്ക് അതേ വരൂ. എനിക്ക് സഹിക്കുന്നില്ല കാർത്തേട്ടാ. എനിക്കറിയാം നിന്റെ സങ്കടം. നീ എന്നെ കുറിച്ചൊന്ന് ആലോചിക്ക. നിന്റേതുപോലെ തന്നെ എന്റെ അമ്മയല്ലേ ദേവമ്മ. എനിക്ക് സങ്കടമില്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിന് നല്ല കരുത്തുണ്ട്. എനിക്കതില്ല കാർത്തിയേട്ടാ. മീനാക്ഷി, എന്റെ ദേവമ്മയ്ക്ക് ഒന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാ എനിക്ക് ആശ്വാസം ഉണ്ടാവുന്നത്. ദേവമ്മയ്ക്ക് ഒന്നും വരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടാ. വയറ്റിലൊരു ഗ്രോത്ത് ഉണ്ടെന്നും അത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടെന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അത് ക്യാൻസർ ആണെന്ന് തീർത്ത് പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ഡോക്ടറൊക്കെ എങ്ങനെ പറയുമ്പോ എന്നാലും എന്റെ ദേവമ്മയ്ക്ക് തന്നെ ഇങ്ങനെ വന്നല്ലോ. ദൈവമേ, ചർച്ചയാണ്. അതിനകത്തുള്ളത് രണ്ടും ക്യാൻസറുകളാ. മീനാക്ഷി, ഇന്നത്തെ ഈ കാലത്ത് ക്യാൻസർ ഒന്നും അത്ര വലിയ രോഗമൊന്നുമല്ല. കാരണം ഇതിനൊക്കെ ഇപ്പോൾ അനവധിയായ ട്രീറ്റ്മെന്റുകളാണ് ഉള്ളത്. എന്നാലും ജീവിതകാലം മുഴുവൻ ഈ രോഗത്തെ പേടിച്ച് ജീവിക്കണ്ടേ കാർത്തിയേട്ടാ? ദേവമ്മയ്ക്ക് അങ്ങനെ ഒരു രോഗമേ ഇല്ലെന്ന് ചിന്തിച്ചാലോ? അങ്ങനെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം. കാരണം തുടർന്നുള്ള പരിശോധനകളിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയില്ലെങ്കിലോ? അങ്ങനെ സംഭവിക്കാം അല്ലേ കാർത്തിയേട്ടാ? സംഭവിക്കാം. ഒരു സെക്കൻഡ് പോലും വേണ്ട ദൈവത്തിന് ഇതൊക്കെ മാറ്റിമറിക്കാൻ. നീ ദൈവത്തോട് പ്രാർത്ഥിക്ക. ദൈവമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു കാരണവശാലും ദൈവമ്മ ഇതൊന്നും അറിയാൻ ഇടവരരുത്.
മീനാക്ഷി നോക്ക്, അടുത്ത പരിശോധനയ്ക്ക് ദൈവമയ്ക്ക് രോഗം ഉണ്ടാവില്ല. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ. ദൈവം നമ്മളെ കൈവിടില്ല. ഈശ്വര, എന്റെ അമ്മയ്ക്കൊന്നും വരുത്തല്ല. എന്റെ അമ്മ പാവല്ലേ. എന്റെ അമ്മയോട് എന്തിനായി ക്രൂരത? എന്റെ വൈശാഖ് എത്ര ബുദ്ധിമാനാ. അവളെ ക്യാൻസർ രോഗിയാക്കി മാറ്റി. ഇവര് 2ാം വട്ടം പരിശോധിച്ച് ക്യാൻസർ ഇല്ലാതാക്കി ചോറൂണ് നടത്തുന്നത് എനിക്കൊന്ന് കാണണം. ദൈവമേ, എത്ര പെട്ടെന്നാ ഞങ്ങളുടെ ജീവിതം തകർത്ത് കളഞ്ഞത്. എൻ്റെ ദേവിയെ നീ എനിക്ക് തിരിച്ചു തന്നെങ്കിലും വീണ്ടും ഞങ്ങളെ കരയിപ്പിക്കുകയാണ്. ചേട്ടാ, ദേവി, എന്താ ചേട്ടാ പുറത്ത് ഇരുട്ടിലേക്ക് നോക്കി നിൽക്കുന്നേ? ചേട്ടാ, ഒന്ന് എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തോ? അതിനെന്താ? ചാരിരുന്നാ മതി. എനിക്ക് ചെറിയൊരു അസുഖം വന്നതിനാണോ ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഏയ് അല്ല. നുണ പറയുന്നത് എന്തിനാ? എനിക്ക് ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയില്ലേ? പണ്ടൊന്നും എനിക്കിത്ര ഇല്ലായിരുന്നു. ഇപ്പോ ദേവിക്കൊരു അസുഖം വന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇതെന്താ ചേട്ടാ ഇങ്ങനെ? അതിനെനിക്ക് മാരക രോഗമൊന്നും അല്ലല്ലോ. എനിക്ക് ക്യാൻസറോ മറ്റോ ആയിരുന്നെങ്കിലും മനസ്സിലാക്കായിരുന്നു. ദേവി, ചെറിയൊരു വയറുവേദന വന്നതിന് ഇത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങ് മാറിക്കോളും. അല്ല, അത് മാറും. അതുകൊണ്ടൊന്നും അല്ല. ചേട്ടൻ വിഷമിച്ച എനിക്ക് രോഗം കൂടുവേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.